ഫ്രണ്ട്സ്, ഇതൊരു ഗോൾഡിന്റെ ചാർട്ടാണ് ലൈവായിട്ടുള്ള. നമുക്കിവിടെ ഈ കാണുന്നതാണ് ലൈവായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഉള്ളത്. അതുപോലെ തന്നെ മുകളിലും ലിക്വിഡിറ്റീസ് ഉണ്ട്. ഇവിടെ ഏകദേശം അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ഏകദേശം 110 ലോട്ടോളം നല്ല ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഒരു ട്രേഡ് ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. CFD നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2918 ട്രേഡ് ചെയ്യുന്നു. 2920 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലൊക്കെയാണ് നല്ല ഹയർ ലെവലുള്ള ലിക്വിഡിറ്റി എടുത്തത്. എന്നാലും ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള ഒരു ട്രേഡ്, നിങ്ങളൊരു ബൈയിങ്ങോ സെല്ലിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രേഡ് പ്ലാനോ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ട്രേഡ് പ്ലാൻ ഏതെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രേഡ് പ്ലാനൊക്കെ ഒരു പരിധി 90% ഒക്കെ വർക്കിംഗ് ആവും. ഇതൊരു എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സെല്ലിംഗ് കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ, ലിക്വിഡിറ്റി എടുത്തതിന് കൺസെപ്റ്റ് വന്നാൽ നിങ്ങൾക്ക് അത് ആ ഒരു ഏരിയ അവിടെ ഒരു കൺസെപ്റ്റ് എങ്കിൽ സെല്ല് എടുക്കാം. തൊട്ട് മുകളിലൊക്കെ ഒരു SL ഇട്ടാൽ മതിയാവും. അതേപോലെ കുറച്ച് ഏരിയയിൽ ഇങ്ങനെ ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ 2905 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ ഇവിടെ 2885 പുട്ട് ഓപ്ഷനിൽ ചെറുതായിട്ടൊരു ബാങ്കിങ് ഉള്ളത്. മേ ബി അവിടെ ആയിരിക്കണം ഒരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കിവിടെ 2940 ഒക്കെ ഫ്യൂച്ചറിൽ ചെറിയ സപ്പോർട്ട് 2955 മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ആണ് നിലവിലുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഏരിയയിൽ അവിടെ ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണുള്ളത്. പക്ഷേ ഇവിടെ 2955-50 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ, ഫ്യൂച്ചറിൻ്റെ പ്രൈസ് റേഞ്ചിൽ ചെറുതായിട്ട് നല്ല സെല്ലേഴ്സ് ആക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റേഞ്ച് വരെ പോകാനായിരിക്കും മാർക്കറ്റിന് സാധ്യത.